തമിഴ്നാട്ടിൽ ബക്രീദ് സമയത്ത് പശുവിനെയും കിടാവിനെയും അറുക്കുന്നത് പൂർണ്ണമായി തടയാൻ മദ്രാസ് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ ആ ഉത്തരവിന് സുപ്രീം കോടതി സ്റ്റേ നൽകിയിരിക്കുകയാണ്. ഇതോടെ വീണ്ടും ഒരു ചോദ്യം ഉയരുകയാണ്. കോടതിക്ക് നിയമം വ്യാഖ്യാനിക്കാനാണോ അധികാരം, അതോ പുതിയ നിയമം സൃഷ്ടിക്കാനാണോ? ഈ കേസിന്റെ പശ്ചാത്തലം എന്താണ്? ബക്രീദിന് മുന്നോടിയായി ഒരു ഹർജി മദ്രാസ് ഹൈക്കോടതിയിലെത്തി. ഹർജിക്കാരന്റെ ആവശ്യം ലളിതമായിരുന്നു. തമിഴ്നാട് സർക്കാർ നിലവിലുള്ള നിയമം കർശനമായി നടപ്പാക്കണം, പശുവിനെയും കിടാവിനെയും അറുക്കുന്നത് തടയണം. എന്നാൽ കേസ് പരിഗണിച്ച ഹൈക്കോടതി അതിലും മുന്നോട്ട് പോയി. ബക്രീദ് മാത്രമല്ല, ഏതു ദിവസവും പശുവിനെയും കിടാവിനെയും അറക്കുന്നത് പൂർണ്ണമായി നിരോധിക്കണമെന്ന് സർക്കാരിനോട് നിർദ്ദേശം നൽകി. തമിഴ്നാട് സർക്കാർ ഈ ഉത്തരവിനെ ചോദ്യം ചെയ്ത് സുപ്രീം കോടതി സമീപിച്ചു. സർക്കാരിന്റെ പ്രധാന വാദം ഇതായിരുന്നു: ഹൈക്കോടതി നൽകിയ ഉത്തരവ് നിലവിലുള്ള നിയമത്തിന്റെ പരിധി കടക്കുന്നതാണ്. സംസ്ഥാനത്ത് ഇതിനകം മൃഗസംരക്ഷണവുമായി ബന്ധപ്പെട്ട നിയമങ്ങളുണ്ട്. എന്നാൽ കോടതി നൽകിയ നിർദ്ദേശം പുതിയ രീതിയിലുള്ള സമ്പൂർണ്ണ നിരോധനമായി മാറുകയാണ്. അത് നിയമനിർമ്മാണ സഭയുടെ മേഖലയാണ്, കോടതിയുടേതല്ല. ഈ വാദം പ്രാഥമികമായി അംഗീകരിച്ച സുപ്രീം കോടതി ഹൈക്കോടതി ഉത്തരവിന് സ്റ്റേ അനുവദിച്ചു. ഇവിടെ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കണം. സ്റ്റേ നൽകിയെന്നത് പശുവിനെ അറക്കുന്നത് നിയമപരമായി എല്ലായിടത്തും അനുവദിച്ചു എന്നല്ല. സ്റ്റേ എന്നത് ഹൈക്കോടതിയുടെ ഉത്തരവ് താൽക്കാലികമായി മരവിപ്പിച്ചു എന്നാണ് അർത്ഥം. അന്തിമ വിധി പിന്നീട് വരും. അതുവരെ നിലവിലുള്ള നിയമപ്രകാരമായിരിക്കും കാര്യങ്ങൾ നടക്കുക. ഇപ്പോൾ മറ്റൊരു പ്രധാന കാര്യം: ഇന്ത്യയിൽ പശുവധവുമായി ബന്ധപ്പെട്ട് ഒരു ദേശീയ നിയമമില്ല. ഓരോ സംസ്ഥാനത്തിനും ഓരോ നിയമമാണ്. ചില സംസ്ഥാനങ്ങളിൽ പൂർണ്ണ നിരോധനമുണ്ട്. ചില സംസ്ഥാനങ്ങളിൽ പ്രായമായ കാളകളെ അറക്കാൻ അനുമതിയുണ്ട്. കേരളം പോലുള്ള ചില സംസ്ഥാനങ്ങളിൽ പശുവധത്തിന് പൂർണ്ണ നിരോധനമില്ല. അതിനാൽ ഇന്ത്യ മുഴുവൻ ഒരേ നിയമമാണെന്ന് പലരും കരുതുന്നത് തെറ്റാണ്. ഭരണഘടന പ്രകാരം ഈ വിഷയത്തിൽ സംസ്ഥാനങ്ങൾക്കാണ് പ്രധാന നിയമനിർമ്മാണ അധികാരം. ഈ കേസിന്റെ പ്രാധാന്യം മതവുമായി മാത്രം ബന്ധപ്പെട്ടതല്ല. ഇത് ഭരണഘടനയിലെ മറ്റൊരു അടിസ്ഥാന തത്വവുമായി ബന്ധപ്പെട്ടതാണ്. അതായത് ജുഡീഷ്യൽ ഓവർ റീച്ച് എന്ന ചർച്ച. ഒരു കോടതി നിലവിലുള്ള നിയമം നടപ്പിലാക്കാൻ സർക്കാരിനോട് നിർദ്ദേശം നൽകാം. പക്ഷെ നിയമത്തിൽ ഇല്ലാത്ത പുതിയ നിയന്ത്രണങ്ങൾ കോടതി തന്നെ സൃഷ്ടിക്കാമോ? ഇതാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ മുന്നിലുള്ള പ്രധാന ചോദ്യം. അതുകൊണ്ടാണ് സ്റ്റേ നൽകിയതും വിഷയം വിശദമായി പിന്നീട് പരിശോധിക്കാമെന്ന് പറഞ്ഞതും. ഇതിനിടെ രാഷ്ട്രീയ ചർച്ചകളും ശക്തമാണ്. ഒരു വിഭാഗം പറയുന്നത് പശു സംരക്ഷണം ഭരണഘടനയുടെ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെട്ടതാണ്, അതിനാൽ ശക്തമായ നടപടികൾ വേണം. മറ്റൊരു വിഭാഗം പറയുന്നത് സംസ്ഥാന നിയമസഭ പാസാക്കിയ നിയമത്തിന്റെ പരിധി കടന്ന് കോടതിയുടെ പുതിയ വിലക്കുകൾ കൊണ്ടുവരാൻ പാടില്ല. ഇരുവാദങ്ങളും ഇപ്പോൾ പൊതു ചർച്ചയിലാണ്. ഈ കേസിലൂടെ സുപ്രീം കോടതി അന്തിമമായി എന്ത് തീരുമാനിക്കും എന്നത് ഇനി കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. പക്ഷേ ഇപ്പോൾ വ്യക്തമായ കാര്യം ഇതാണ്: മദ്രാസ് ഹൈക്കോടതിയുടെ പൂർണ്ണ നിരോധന ഉത്തരവ് താൽക്കാലികമായി സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. അന്തിമ വിധി വരുന്നതുവരെ തമിഴ്നാട്ടിൽ നിലവിലുള്ള നിയമം തന്നെയാണ് ബാധ്യമാകുക.